ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഉമാ കണ്ണൻ വേൾഡ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രീൻ ചിക്കൻ 65 ആണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോണോട് കൂടിയുള്ള ചിക്കൻ പീസസ് ആണ് എടുത്തിരിക്കുന്നത്. നല്ല ക്ലീൻ ചെയ്ത് എടുത്തു വെച്ചിരിക്കുക. ഇനി ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, തൈര് ഒഴിച്ച് ഫസ്റ്റ് അതൊന്ന് സെറ്റാക്കി വെക്കാം. ഇനി നമുക്ക് ഗ്രൈൻഡ് ചെയ്യാനായിട്ട് പേസ്റ്റാക്കി എടുക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് കറിവേപ്പില, പച്ചമുളക് ഞാനിവിടെ ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്, ഗ്രീൻ ചില്ലീസ്, പിന്നെ ഇഞ്ചി, ജിഞ്ചർ എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം, ഗാർലിക് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച്, പിന്നെ പുതിന ഇല എടുത്തിട്ടുണ്ട്, മല്ലിയില എടുത്തിട്ടുണ്ട്, പെരിഞ്ജീരകം, ജീരകം. കണ്ടോ, ഇത്രയും സാധനങ്ങൾ ഇത് നമ്മുടെ മിക്സിയുടെ ചെറിയ ബൗളിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കേണ്ടതാണ്. പിന്നെ നമുക്ക് പൗഡേർഡ് ഐറ്റം വേണ്ടത് കുരുമുളക് പൊടിയും ഗരം മസാലയാണ് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കോൺഫ്ലവർ, ഒരു മുട്ട, പിന്നെ റവ അല്ലെങ്കിൽ അരിപ്പൊടി, പിന്നെ ഉപ്പും. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടത്. ഫസ്റ്റ് നമുക്ക് ചിക്കനിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് നമുക്കൊന്ന് ഇത് ചെയ്ത് വെക്കാം, മാരിനേറ്റ് ചെയ്ത് വെക്കാം. ചിക്കനിൽ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, തൈര് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലോണം നമുക്ക് മിക്സ് ചെയ്യാം. ചിക്കനിൽ മഞ്ഞൾപ്പൊടി, ഉപ്പ്, തൈര് ഒഴിച്ചിട്ടുണ്ട്. നമ്മളിത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെടുത്ത് വെച്ചിരിക്കുന്ന എല്ലാം ചെറിയ ബൗളിലിട്ടിട്ട് നമുക്കത് പേസ്റ്റാക്കി എടുത്തുകൊണ്ട് വരാം. നമ്മൾ എടുത്ത് വെച്ചിരുന്നതെല്ലാം നല്ല പേസ്റ്റാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ചിക്കനിലേക്ക് ആഡ് ചെയ്യാം. നമ്മൾ ആ പേസ്റ്റെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലോണം നമുക്ക് മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു ½ ആൻ അവർ വെച്ചതിന് ശേഷം നമുക്ക് മുട്ട, കോൺഫ്ലവർ, റവ അല്ലെങ്കിൽ അരിപ്പൊടി അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ½ ആൻ അവർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു മുട്ട ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കോൺഫ്ലവറും റവയും. ഞാനിവിടെ റവയാണ് ആഡ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് അരിപ്പൊടി വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ്സും കൂടെ വെച്ചതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. കോക്കനട്ട് ഓയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഗ്രീൻ ചിക്കൻ 65 റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, ഈസിയാണ്. നമ്മളതെല്ലാം മിക്സ് ചെയ്ത് വെച്ച് ഒരു ½ ആൻ അവർ അല്ലെങ്കിൽ ഒരു 40 മിനിറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം കേട്ടോ, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു ഫ്രണ്ട്സ്.